എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ മൊബൈൽ പേ ഡിജിറ്റൽ വാലറ്റ് എങ്ങനെ രജിസ്റ്റർ ചെയ്യാം എന്നതിനെക്കുറിച്ചാണ്. ഒരുപാട് ഓഫറുകൾ നൽകുന്ന നല്ലൊരു ഡിജിറ്റൽ വാലറ്റാണ് മൊബൈൽ പേ. മൊബൈൽ പേയിൽ അക്കൗണ്ട് എടുത്ത് ഫസ്റ്റ് ടൈം നാട്ടിലേക്ക് മിനിമം 100 റിയാൽ ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ 35 റിയാൽ ക്യാഷ് ബാക്ക് ലഭിക്കുന്നതാണ്. അതുപോലെ മൊബൈൽ പേ വഴി മൊബൈൽ ബില്ലടയ്ക്കുന്നവർക്കും 10 റിയാൽ ക്യാഷ് ബാക്ക് ലഭിക്കുന്നതാണ്. മൊബൈൽ പേ വാലറ്റ് രജിസ്റ്റർ ചെയ്യുന്നതിന് അക്ഷർ അക്കൗണ്ട്, നഫാദ്, നാഷണൽ അഡ്രസ് ഇവ മൂന്നും നിർബന്ധമായും നമ്മൾ മൊബൈലിൽ രജിസ്റ്റർ ചെയ്തിരിക്കണം. നിലവിൽ അക്കൗണ്ട് എടുത്തവരും ഇനി എടുക്കാൻ പോകുന്നവരും ആദ്യമായിട്ടാണ് നാട്ടിലേക്ക് പണം ട്രാൻസ്ഫർ ചെയ്യുന്നതെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന പ്രൊമോ കോഡ് ഉപയോഗിക്കാവുന്നതാണ്. വീഡിയോ ഉപകാരപ്രദമായാൽ ദയവ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അതോടൊപ്പം മറ്റുള്ളവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. മൊബൈലിൽ പോയി വാലറ്റ് രജിസ്റ്റർ ചെയ്യുന്നത് എങ്ങനെയെന്ന് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. മൊബൈൽ പേ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് വേണ്ടി പ്ലേ സ്റ്റോറിൽ മൊബൈൽ പേ എന്ന് ടൈപ്പ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക. ഇപ്പോൾ ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയി വന്നിട്ടുണ്ട്. ശേഷം ഓപ്പൺ കൊടുക്കുക. ലൊക്കേഷൻ ആക്സസ് ചെയ്യാൻ വേണ്ടി വൈൽ യൂസിംഗ് ദ ആപ്പിൽ ക്ലിക്ക് ചെയ്യുക. വെൽക്കം ടു മൊബൈൽ പേ എന്ന ഈ പേജിൽ നമ്മുടെ അക്ഷറിൽ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യുക. മൊബൈൽ നമ്പർ കൊടുക്കുമ്പോൾ 0 കൊടുക്കേണ്ട ആവശ്യമില്ല. ശേഷം സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അടുത്തതായി പേഴ്സണൽ ഡീറ്റെയിൽസിൽ ID നമ്പർ എന്ന ഈ കോളത്തിൽ നമ്മുടെ ഇക്കാമ നമ്പർ എൻ്റർ ചെയ്ത് നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഉടൻ തന്നെ വെരിഫിക്കേഷന് വേണ്ടി OTP ലഭിക്കുന്നതാണ്. വന്ന OTP ഇവിടെ എൻ്റർ ചെയ്ത് വെരിഫൈ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നഫാദ് വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യേണ്ടതുണ്ട്. അതിനുവേണ്ടി ഇവിടെ കാണിച്ചിട്ടുള്ള നമ്പർ നഫാദ് ആപ്ലിക്കേഷനിൽ കൺഫേം ചെയ്യാനുള്ളതാണ്. അതിനുവേണ്ടി ഗോ ടു ദ നഫാദ് ആപ്പ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ വന്ന റിക്വസ്റ്റ് പേജ് അക്സെപ്റ്റ് ചെയ്ത് പ്രൊസീഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ കാണിച്ചിട്ടുള്ള നമ്പറിൽ നിന്നും നേരത്തെ കാണിച്ചിട്ടുള്ള നമ്പർ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇതിൽ നഫാദിൻ്റെ 6 അക്ക പിൻ നമ്പർ കൊടുക്കുക. ഉടൻ തന്നെ ഫേസ് വെരിഫിക്കേഷൻ വരുന്നതാണ്. ഫേസ് കറക്റ്റ് പൊസിഷനിൽ വെച്ച് ക്യാപ്ചർ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ദി റിക്വസ്റ്റ് ഹാസ് ബീൻ അക്സെപ്റ്റഡ് എന്ന് വന്നതായി കാണാം. അടുത്തതായി കോൺടാക്റ്റ് ഇൻഫർമേഷൻ പേജിൽ നമ്മുടെ ഇമെയിൽ ID എൻ്റർ ചെയ്ത് നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നാഷണൽ അഡ്രസ് ഫില്ല് ചെയ്യാനുള്ള പേജ് വന്നതായി കാണാം. ഇതിൽ നമ്മുടെ നാഷണൽ അഡ്രസ് രജിസ്റ്റർ ചെയ്തപ്പോൾ കിട്ടിയ അഡ്രസ് ഡീറ്റെയിൽസ് കൊടുക്കുക. ബിൽഡിംഗ് നമ്പർ എന്ന ഭാഗത്ത് നമ്മുടെ ബിൽഡിംഗ് നമ്പർ കൊടുക്കുക. സ്ട്രീറ്റ് എന്ന ഭാഗത്ത് നമ്മുടെ സ്ട്രീറ്റ് നെയിം കൊടുക്കുക. സിറ്റി എന്ന ഭാഗത്ത് നമ്മുടെ സിറ്റി ഏതെന്ന് കൊടുക്കുക. ഡിസ്ട്രിക്റ്റ് എന്ന ഭാഗത്ത് നമ്മുടെ ഡിസ്ട്രിക്റ്റ് ഏതെന്ന് കൊടുക്കുക. പോസ്റ്റൽ കോഡ് എന്ന ഭാഗത്ത് പോസ്റ്റൽ കോഡ് കൊടുക്കുക. അഡീഷണൽ നമ്പർ എന്ന ഭാഗത്ത് അഡീഷണൽ നമ്പർ കൊടുക്കുക. ശേഷം നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അടുത്തതായി മൊബൈൽ പേയിൽ ലോഗിൻ ചെയ്യാനുള്ള പാസ്വേഡ് ചോദിക്കുന്നുണ്ട്. 6 അക്ക പാസ്വേഡ് നമ്പറാണ് സെറ്റ് ചെയ്യേണ്ടത്. പാസ്വേഡ് സെറ്റ് ചെയ്യുമ്പോൾ തുടർച്ചയായി വരുന്ന നമ്പർ അലൗഡ് അല്ല. 6 അക്ക വെറൈറ്റി നമ്പർ കൊടുത്താൽ മതി. ഇതിൽ പാസ്വേഡ് കൊടുക്കുക. താഴത്തെ കോളത്തിൽ അതേ പാസ്വേഡ് ഒന്നുകൂടി ടൈപ്പ് ചെയ്ത് നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അടുത്തതായി ആക്ടിവേറ്റ് യുവർ അക്കൗണ്ട് എന്ന പേജ് വന്നിട്ടുണ്ട്. അതിൽ ഇൻകം റേഞ്ച് എന്ന ഭാഗത്ത് നമ്മുടെ സാലറി സെലക്ട് ചെയ്യുക. സോഴ്സ് ഓഫ് ഇൻകം എന്ന ഭാഗത്ത് സാലറി സെലക്ട് ചെയ്യുക. എംപ്ലോയ്മെൻറ്റ് ടൈപ്പ് എന്ന ഭാഗത്ത് പ്രൈവറ്റ് എന്ന് സെലക്ട് ചെയ്യുക. പ്രൊഫഷൻ എന്ന ഭാഗത്ത് ലിസ്റ്റിൽ നിന്നും പ്രൈവറ്റ് എംപ്ലോയി എന്ന് സെലക്ട് ചെയ്ത് കൺഫേം ബട്ടൺ അമർത്തുക. ഇപ്പോൾ പ്ലീസ് എൻ്റർ പ്രൊമോ കോഡ് എന്നൊരു പേജ് വന്നിട്ടുണ്ട്. ഇതിന് താഴെയായി
ദിസ് ഫീൽഡ് ഈസ് ഓപ്ഷണൽ എന്ന് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് സ്കിപ്പ് ചെയ്ത് മുന്നോട്ട് പോകുക. ഇപ്പോൾ പ്രൊഫൈൽ സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് എന്ന് വന്നതായി കാണാം. ഇനി ബാക്ക് ടു ദ ലോജിനിൽ ക്ലിക്ക് ചെയ്ത് വെൽക്കം ടു മൊബൈലി പേ എന്ന പേജിലേക്ക് മടങ്ങി വന്നിട്ടുണ്ട്. ഇതിൽ നമ്മുടെ മൊബൈൽ നമ്പരും പാസ്കോഡും എൻ്റർ ചെയ്ത് സൈൻ അപ്പ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇതിൽ ഡിസ്മിസ് കൊടുക്കുക. ഇപ്പോൾ മൊബൈലി പേ ഡിജിറ്റൽ വാലറ്റിൻ്റെ ഹോം പേജ് ഓപ്പണായി വന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് മൊബൈലി പേ ഡിജിറ്റൽ വാലറ്റ് രജിസ്റ്റർ ചെയ്യുന്നത്. വീഡിയോ ഉപകാരപ്രദമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അതുപോലെ മറ്റുള്ള സുഹൃത്തുക്കൾക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. വീഡിയോയിൽ എന്തെങ്കിലും സംശയങ്ങളുള്ളവർ കമൻറ്റ് ബോക്സിൽ അറിയിപ്പിച്ചു കഴിഞ്ഞാൽ അതിനുള്ള റിപ്ലൈ തരുന്നതായിരിക്കും. മൊബൈലി പേ വാലറ്റിൽ മറ്റൊരു ബാങ്കിൽ നിന്നും പണം ആഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്നും ഇൻ്റർനാഷണൽ ട്രാൻസ്ഫർ ചെയ്യുന്നത് എങ്ങനെയാണെന്നും അതുപോലെ ലോക്കൽ ബാങ്ക് ട്രാൻസ്ഫറിങ് എങ്ങനെയാണെന്നും ബെനിഫിഷ്യറി ആഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്നും ഒക്കെയുള്ള വീഡിയോ ഉടൻ തന്നെ വരുന്നതായിരിക്കും.